സൂറത്ത് നിസായിലെ 59-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് ജബ്ബാർ പറയുന്ന മറ്റൊരു വിഡ്ഢിത്തം, അല്ലെങ്കിൽ ജബ്ബാറിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്നോ ജബ്ബാറിന് മനസ്സിലാവാത്തത് എന്നൊക്കെ പറയാം. ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടത് എന്ന് തന്നെ പിടിപാടില്ലാത്തൊരവസ്ഥയാണ്. കാരണം ജബ്ബാർ പലപ്പോഴും വഴുതിക്കളിക്കുകയാണ് ചെയ്യുക. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചെന്നുണ്ടൊരു സംഗതി പറയുന്ന രീതി പൊതുവിൽ തന്നെ യുക്തിവാദികൾക്കില്ല. ജബ്ബാറിനത് തീരെയില്ല. അതുകൊണ്ട് വൈന്തനാസായത്തും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ എന്ന സൂറത്ത് നിസായിലെ 59-ാമത്തെ ആയത്തിലെ ഈ വാക്യവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക സമൂഹം അല്ലെങ്കിൽ പൊതുവിൽ മുഫസ്സിറുകൾ അഭിപ്രായപ്പെടുന്ന ചില സംഗതികളുണ്ട്. ഈ ഉലുൽ അംറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് എന്നതാണത്. അത് ഭരണാധികാരികൾ അല്ലെങ്കിൽ പണ്ഡിതന്മാർ, ഇങ്ങനെ പ്രധാനമായിട്ട് രണ്ടഭിപ്രായമാണ് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഇതിൽ ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ഭരണാധികാരികൾ പണ്ഡിതന്മാർ കൂടിയായിരുന്നു എന്നതാണ് ചരിത്രം. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി തുടങ്ങിയുള്ളവർ, മുആവിയ, ഇവരൊക്കെ പണ്ഡിതന്മാരുമായിരുന്നു, ഭരണാധികാരികളുമാണ്. അപ്പോൾ ആ പണ്ഡിതന്മാരാണ് ഭരണാധികാരികളാണ് എന്നുള്ള ഈ അഭിപ്രായം ഒരേ ആളിൽ തന്നെ ഫിറ്റാവുന്നൊരു സംഗതിയാണ്. പിൽക്കാലത്താണ് കുടുംബ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണാധികാരികളെ നിശ്ചയിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് അധികാരികൾ പണ്ഡിതന്മാർ എന്നതിന് പകരം പണ്ഡിതന്മാരല്ലാത്ത ആളുകളായിട്ട് അധികാരത്തിൽ വരാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പണ്ഡിതന്മാരെ ഈ ഭരണാധികാരികളെ ഉപദേശിക്കാനും അവർ കൂടിയാലോചിക്കാനും ഒക്കെ അതിനിപ്പോൾ പണ്ഡിതനാണെങ്കിൽ പോലും ആവശ്യമാണ്. അതാണ് ഇസ്ലാമിലെ ഷൂറ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഭരണാധികാരി പണ്ഡിതനല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു പണ്ഡിത സംഘം വേണ്ടി വരും. ഈ പണ്ഡിത സംഘം എന്ന് പറയുന്നത്, പണ്ഡിതൻ എന്ന് പറയുമ്പോൾ അവിടെയും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇസ്ലാമിലെ നിയമവ്യവസ്ഥ, ഫിഖ്ഹ്, ഇത് മാത്രം അറിയുക എന്നതാണോ, അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണോ പണ്ഡിതന്മാർ എന്ന് പറയാം? ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രത്തിൻ്റെ നാനോമുഖമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരേ ആൾക്ക് എല്ലാ നിലക്കും അറിവുണ്ടാവില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇത് ഇസ്ലാമിൻ്റെ ആദ്യകാല ഭരണകൂടവുമായിട്ടും ശൂറ വ്യവസ്ഥയുമായിട്ട് മാത്രം ബന്ധപ്പെട്ട ഒരു സംഗതിയല്ല. ആധുനിക ലോകത്തെ ജനാധിപത്യ, സർവാധിപത്യ അല്ലെങ്കിൽ പട്ടാള വ്യവസ്ഥ, രാജാധിപത്യം തുടങ്ങിയുള്ള ഈ വ്യവസ്ഥകളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നൊരു സംഗതി എന്താണ്? അവിടെ ഈ ഭരണാധികാരികൾക്ക് ഓരോ കാര്യത്തിലും ഉപദേശം നൽകാൻ പ്രത്യേകം ആളുകളുണ്ടാവും. അത് കേന്ദ്ര ഭരണകൂടത്തിന് മാത്രമല്ല, സംസ്ഥാനങ്ങളുടെ ഭരണാധികാരികൾക്ക് പോലും അങ്ങനെയുള്ള സംവിധാനം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സമൂഹത്തിലൊരു പ്രശ്നം വരുമ്പോൾ എന്താണ് ചെയ്യുക? ഇത് ഇസ്ലാമിൻ്റെ കാര്യം മാത്രമല്ലല്ലോ, ആധുനിക സമൂഹത്തിലെ ഈ രാഷ്ട്ര സംവിധാനത്തിൽ പോലും ഇതൊരു ചോദ്യമാണ്. അതിനെന്താണ് മറുപടി? അതിനൊരു മറുപടിയുള്ളൂ. സാമ്പത്തിക കാര്യം സാമ്പത്തിക വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്യും. അതുപോലെ തന്നെ സൈനിക കാര്യം സൈനിക മേധാവികൾ, അതുമായിട്ട് വിവരമുള്ള ആളുകളുമായിട്ട്, അനുഭവജ്ഞാനമുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്യും. ഇങ്ങനെ ഏത് കാര്യമെടുത്താലും ആധുനിക സമൂഹത്തിൽ പോലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൊരു വ്യവസ്ഥയാണത്. ഈ വ്യവസ്ഥ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനുള്ളത്. അതാണ് ഉലുൽ അംരി മിൻകും എന്നതിനെ പണ്ഡിതന്മാർ എന്നും ഭരണാധികാരികൾ എന്നും മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ജബ്ബാർ പറയുന്നത് ഏത് പണ്ഡിതന്മാരാണ് എന്ന് സമ്മതിക്കാം, പക്ഷേ ഏത് പണ്ഡിതന്മാരുടെ അടുത്തേക്ക് പോകും?
ഇവിടെ ജമാഅത്ത് സമസ്തൻ്റെ അടുത്തേക്ക് പോകണമോ അല്ലെങ്കിൽ മുജാഹിദിൻ്റെ അടുത്തേക്ക് പോകണമെന്നൊക്കെയാണ് ജബ്ബാറിൻ്റെ ചോദ്യം. എത്ര ചീപ്പായിട്ടാണ്, എത്ര മാത്രം താണനീതിയിലാണ് ജബ്ബാർ ഈ സംഗതിയെ സംബന്ധിച്ചൊക്കെ ചിന്തിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. കാരണം വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് സമസ്തയും മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗും തുടങ്ങിയുള്ള ഒരു സംഘടനയില്ല. എന്ന് മാത്രമല്ല, ഈ സംഘടനകൾ മാത്രമല്ല, അന്ന് ഒരു സംഘടനയില്ലാണല്ലോ. മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ പാണ്ഡിത്യമുണ്ടെന്ന് അവകാശപ്പെടുകയോ അല്ലെങ്കിൽ അതിൻ്റെ കോലം കെട്ടി നടക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ വക്താവായി വരികയോ ചെയ്യാന്നുള്ളതല്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ പാണ്ഡിത്യത്തിൻ്റെ അടയാളവും അതുപോലെ തന്നെ പണ്ഡിതന്മാരെ സമീപിക്കുന്നതിൻ്റെ രീതി എന്ന് പറഞ്ഞത്. രാഷ്ട്രത്തിന് ബോധ്യമുള്ള, ഭരണാധികാരിക്ക് ബോധ്യമുള്ള പണ്ഡിതന്മാർ രാഷ്ട്രത്തിൻ്റെ നന്മക്ക്, സമൂഹത്തിൻ്റെ നന്മക്ക് ഉപകാരപ്പെടും, ആത്മാർത്ഥമായിട്ട് തന്നെ അവർ ശ്രമിക്കുമെന്ന് ബോധ്യമുള്ള ആളുകളെ ആയിരിക്കും പലപ്പോഴും ആത്മാർത്ഥതയുള്ള, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഭരണാധികാരികൾ പണ്ഡിതന്മാരായി സ്വീകരിക്കാം. അപ്പോൾ ആ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളായിരിക്കും സമൂഹത്തിൽ പ്രതിഫലിക്കുക. ആ അഭിപ്രായങ്ങളാണ് സമൂഹത്തിൽ നടപ്പിൽ വരിക. നിലവിലുള്ള വ്യവസ്ഥയിൽ കാര്യങ്ങൾ കൈയാളുമ്പോൾ കോടതി, അതുപോലെ തന്നെ പട്ടാള, സൈനിക നേതൃത്വം, സാമ്പത്തിക കാര്യങ്ങൾ കൈയാളുന്ന ആളുകൾ, ഇവരൊക്കെ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളാണ് ഗവൺമെൻറ് അതിലൂടെ നടപ്പ് വരുത്തുക. പിന്നെ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുമ്പോൾ അവിടെയും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. മനുഷ്യരായിട്ട് അംഗീകരിക്കാനാണ് ഇവിടെ ഖുർആൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ തർക്കമുണ്ടായാൽ അവിടെ നിങ്ങൾ തമ്മിൽ തല്ലുകൂടല്ല വേണ്ടത്, അത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കാൻ വേണ്ട. കാരണം എന്താ അതിൻ്റെ അർത്ഥം? മനുഷ്യർ എന്നുള്ളവർക്കങ്ങളിൽ തർക്കത്തിന് സാധ്യത ഉണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത ഉണ്ട് എന്ന് ഖുർആൻ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അതും ഇസ്ലാമിൻ്റെ മാത്രം പ്രത്യേകതയാണോ? ഇപ്പോൾ നമ്മളുടെ ഇന്ത്യ രാജ്യം തന്നെ എടുത്തു നോക്കിയാൽ നിലവിലെ ഗവൺമെൻറ്റുകൾ, അത് കേന്ദ്ര ഗവൺമെൻറ്റാകട്ടെ സംസ്ഥാന ഗവൺമെൻറ്റുകളാവട്ടെ, ഈ ഗവൺമെൻറ്റുകളിലുള്ള അവർ അംഗീകരിക്കുന്ന, അവലംബിക്കുന്ന ഈ വിവരമുള്ള, ഓരോ വിഷയത്തിലും വിവരമുള്ള ആളുകൾ, അവരിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ലേ? പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും കാര്യം നടക്കാതെ പോകുന്നുണ്ടോ? നടക്കാതെ പോകുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. കാരണം എന്താണ്? പല അഭിപ്രായങ്ങൾ മുമ്പിൽ വരുമ്പോൾ ആ എല്ലാ അഭിപ്രായങ്ങളും വെച്ചുകൊണ്ട് ഭരണാധികാരി ഒരു തീരുമാനത്തിലെത്തും. അത് ചിലപ്പോൾ ചിലരുടെ അഭിപ്രായത്തിന് വിരുദ്ധമാവാം, ചിലരുടെ അഭിപ്രായത്തെ അംഗീകരിച്ചു കൊണ്ടാവാം എന്നുള്ളതേ ഉള്ളൂ. അതേ മനുഷ്യ സമൂഹത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നടപ്പ് വരുത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ് മനുഷ്യൻ്റെ പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളെ ഖുർആൻ അംഗീകരിക്കുന്നുണ്ട്, അതിനുള്ള സാധ്യതയും ഖുർആൻ അംഗീകരിക്കുന്നുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് മനുഷ്യനായി അംഗീകരിച്ചിട്ടാണ് മനുഷ്യനോട് നിങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടത് ഇതാണെന്ന് പറയുന്നത്. ഇവിടെ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അവർ ഈ സംഗതികൾക്ക് എവിടെ നിന്നാണ് തീരുമാനം കണ്ടെത്തേണ്ടത്? പുതുതായിട്ട് ഖുർആനിലോ സുന്നത്തിലോ നേർക്കുനേരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു സംഗതി ഖുർആനിലും സുന്നത്തിലും നേർക്കുനേരെ പറഞ്ഞാണെങ്കിൽ പിന്നെ അവിടെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഒരു പഴുതുമില്ല ഭരണാധികാരികളും ഭരണീയരും തമ്മിൽ. അപ്പം നേർക്കുനേരെ പറഞ്ഞിട്ടില്ലാത്തൊരു സംഗതിയെ സംബന്ധിച്ചാണ് ഈ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ സാധ്യത പോലും വരുന്നത്. അങ്ങനെ വരുമ്പോൾ അത് കൈയാളേണ്ടത് ആരാണ്? അത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം എന്ന് പറഞ്ഞാൽ ഖുർആനിലും സുന്നത്തിലും അവഗാഹമുള്ള ആളുകൾ ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അത് കൈയാളെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തിരിയാതെ പോയിട്ടില്ല. ജബ്ബാർ എന്ന് പറയുന്ന യുക്തി ബോധമില്ലാത്ത യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ വിളിച്ചു പോകുന്നു എന്നതിൽ കവിഞ്ഞ് ജബ്ബാറിന് ഈ വാദഗതികൾക്കും ഒരു പ്രസക്തിയില്ല എന്നുള്ളതാണ്. പിന്നെ ജബ്ബാർ പറയുന്നത് ഭൗതിക കാര്യങ്ങൾ, ഇസ്ലാം ഭൗതിക കാര്യങ്ങൾ, അതായത് അയാൾ വായിച്ചിട്ടുള്ള മലയാള വ്യാഖ്യാനത്തിൽ നിന്ന് അയാൾ പറയുന്നത്
ആ വ്യാഖ്യാതാവ് അദ്ദേഹം പറയുന്നത് ഭൗതിക കാര്യങ്ങളിൽ പിന്നെ നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും കാത്തുക്കണ്ടയില്ല എന്ന് പറയുന്നു എന്നാണ്. എന്നിട്ട് ജബ്ബാർ പറഞ്ഞത് ആ ഭൗതിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് സുന്നത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. പല്ല് വയ്ക്കുക, തിന്നുക, തൂറ എന്നൊക്കെയാണ് ജബ്ബാർ അതിന് ഉദാഹരണം പറയുന്നത്. അപ്പോൾ ഇവിടെയും ജബ്ബാറിന് ഈ ഭൗതിക കാര്യം എന്ന് പറഞ്ഞത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പോലും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അതിന് അദ്ദേഹം അവിടെ ഉദാഹരണം പറഞ്ഞിരുന്നത് കൃഷി ചെയ്യാം. ഒരു നാട്ടിൽ ഒരു ഭൂപ്രദേശത്ത് എന്ത് കൃഷി ചെയ്യണം, അത് ഖുർആനും സുന്നത്തും അല്ല പറയേണ്ടത് എന്നാണ് അദ്ദേഹം അതുകൊണ്ട് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചത്. അതുപോലെ പിന്നെ ഏത് കാലത്താണ് കൃഷി ചെയ്യേണ്ടത് തുടങ്ങിയുള്ള സംഗതികൾ മനുഷ്യൻ അവൻ്റെ അറിവിലൂടെ അല്ലെങ്കിൽ അവൻ്റെ പിന്നെ ഗവേഷണത്തിലൂടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയെടുക്കുകയും അതിനനുസരിച്ച് കൈയാളുകയും ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതാണ് അവിടെ ഭൗതിക കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ്. അന്തും ആലമബി അമ്രി ദുന്യാക്കുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഇത് സംബന്ധിച്ച്. അതായത് ഒരു കൃഷി അത് ഫലപ്രദമായിട്ട് മനുഷ്യന് പ്രയോജനപ്പെടുന്ന വിധം ഫലം കായ്ക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന രീതിയിൽ അതെങ്ങനെ വളർത്തിയെടുക്കുക എന്നുള്ളത് അത് അള്ളാഹുവിൻ റസൂലും പറയേണ്ടതല്ല. അത് മനുഷ്യൻ അനുഭവത്തിലൂടെ പിന്നെ പരീക്ഷണത്തിലൂടെ ഒക്കെ കണ്ടെത്തേണ്ടതാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതേ അവസരം ഈ ഭൗതിക കാര്യവുമായി ബന്ധപ്പെട്ട ധാർമ്മികമായിട്ടുള്ള നിയമങ്ങളുണ്ടാവും, സംഗതികളുണ്ടാവും. അത് ആരാ കൽപ്പിക്കേണ്ടത്? അത് അള്ളാഹും റസൂലും തന്നെയാണ്. അപ്പോൾ ഭൗതിക കാര്യം എന്ന് പറയുന്നതിൻ്റെ തന്നെ അതിലടങ്ങിയിട്ടുള്ള ധാർമ്മികതയെ സംബന്ധിച്ച് പറയേണ്ടത് അള്ളാഹുവും അവൻ്റെ റസൂലുമാണ്. ആ കാര്യത്തിലും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പിന്നെ നിർദ്ദേശങ്ങൾ എന്താണ്, കൽപ്പനകൾ എന്താണ് എന്നൊക്കെയുള്ള പരിശോധിക്കാനും അന്വേഷിക്കാനും മുസ്ലിങ്ങൾ ബാധ്യസ്ഥരാണെന്നാണ് ജബ്ബാർ ഇവിടെ വായിച്ചിട്ടുള്ള ആ ഖുർആൻ പരിഭാഷകൻ പോലും അദ്ദേഹത്തിൻ്റെ പരിഭാഷയിൽ എഴുതി വച്ചിട്ടുള്ളത്. അതുപോലും അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ തയ്യാറില്ലാതെയാണ് ജബ്ബാർ ഭൗതിക കാര്യങ്ങളും ഖുർആൻ സുന്നത്തിൽ കാണാമെന്ന് പറഞ്ഞത്. അപ്പോൾ മനുഷ്യനെ എങ്ങനെ മൂത്രമൊഴിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം തുടങ്ങിയുള്ള സംഗതികളിലെ ചില ധാർമ്മിക വശങ്ങളുണ്ട്. അതാണ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ സുന്നത്തിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ പിന്നെ ഭക്ഷണം കഴിക്കാനൊരുങ്ങുമ്പോൾ ബിസ്മി ചൊല്ലണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അള്ളാഹിനെ സ്തുതിക്കണം. വലത്തെ കൈകൊണ്ടേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. കൈ കഴുകിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ അതിൻ്റെ ധാർമ്മിക വശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇത് തന്നെയാണ് പിന്നെ ജബ്ബാർ പറയണ മൂത്രമൊഴിക്കുന്നിടത്തും തൂർന്നിടത്തും ഒക്കെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഉണ്ട് ഈ പ്രശ്നങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ ഉള്ള ഈ ധാർമ്മികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഭൗതിക ജീവിതത്തിലെ ഇതുപോലുള്ള ഭൗതിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ധാർമ്മിക കാര്യങ്ങൾ കൽപ്പിക്കേണ്ടതും നിർദ്ദേശിക്കേണ്ടതും അള്ളാഹുവിൻ്റെ റസൂലുമാണ്. ഇനി അത് മാറ്റി നിർത്തിയാൽ പിന്നെ ധാർമ്മികത എന്ന് പറയുന്നത് എന്താ ഉണ്ടാവുക? മതം എന്ന് പറയുന്നത് കേവലം കുറച്ച് പ്രാർത്ഥന, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ കുറച്ച് നിസ്കാരം, നോമ്പും ഹജ്ജും അതുകൊണ്ട് അവസാനിച്ചോ? എന്നാൽ ഇസ്ലാം പറയുന്നത് അതുകൊണ്ട് അവസാനിക്കുന്നില്ല. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇതുപോലുള്ള ധാർമ്മിക നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളെ അംഗീകരിക്കുക. അതിൽ വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഖുർആനിലോ സുന്നത്തിലോ പറഞ്ഞിട്ടില്ലാത്ത സംഗതികളാണെങ്കിൽ അവിടെ നിങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുക. പറഞ്ഞാൽ അവിടെ പണ്ഡിതന്മാർ ഗവേഷണത്തിലൂടെ ഇജ്തിഹാദിലൂടെ നിയമങ്ങൾ നിർദ്ധാരണം ചെയ്തെടുക്കുക. ആ നിയമങ്ങൾ സമൂഹത്തിൽ നടപ്പിൽ വരുത്താനുള്ള പിന്നെ ചെയ്യേണ്ട ഭരണാധികാരിയാണ്. അപ്പോൾ ഇതിനൊരു ഭരണാധികാരി അറിയുന്ന ഒരു സംവിധാനമുണ്ട്. അതുകൊണ്ട് ജബ്ബാർ പറഞ്ഞതിന് സമസ്തയും പിന്നെ മുജാഹിദും ജമാഅത്തും തബ്ലീഗും ഒന്നുമല്ല ഇവിടെ പണ്ഡിതന്മാരെയൊന്നും ഖുർആൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ ഭരണാധികാരികൾ പിന്നെ നേരെ ചൊവ്വേ പോകുന്നവരാണെങ്കിൽ യഥാർത്ഥത്തിൽ സമസ്തയും ജമാഅത്തും മുജാഹിദൊന്നും ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ അവരെയൊക്കെ യോജിപ്പിച്ചുകൊണ്ട് ഒന്നിച്ചു കൊണ്ടുപോകാനും ആ ഭരണാധികാരിക്ക് കഴിയും. അപ്പോൾ ഭരണ നേതൃത്വവും പണ്ഡിത നേതൃത്വവും കൂടിയിരുന്നു കൊണ്ട് സംഗതികൾ കയ്യാളാന്നുള്ളതാണ് അപ്പോൾ വരിക. ഇതിൽ അതിശയോക്തിപരമായിട്ടൊന്നുമില്ല എന്ന് മാത്രമല്ല, മനുഷ്യ ജീവിതത്തിൽ എല്ലാ കാലത്തും എല്ലാ മതവിഭാഗങ്ങളിലും അല്ലെങ്കിൽ എല്ലാ പിന്നെ രാഷ്ട്രീയ സംവിധാനങ്ങളിലും
സമൂഹം എല്ലാ കാലത്തും ഇന്നും അംഗീകരിച്ചു പോരുന്ന, അത് ഇസ്ലാമിൻ്റെ ഉള്ളിലും പുറത്തുമൊക്കെ അംഗീകരിച്ചു വരുന്ന ഒരു സംഗതിയാണിത്. ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരം അള്ളാഹുവിനായതുകൊണ്ട് മനുഷ്യൻ്റെ നാഗരിക വളർച്ചയ്ക്കനുസരിച്ച് അവിടെ നിയമം നിർമ്മിക്കേണ്ടത് ഖുർആൻ്റെയും സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നതുകൊണ്ടാണ് ഇവിടെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം എന്ന് പറഞ്ഞത്. അതല്ലാതെ ജബ്ബാർ പറഞ്ഞ മാതിരി ഇതിനൊന്നും പരിഹാരമില്ലാതെ സമൂഹത്തെ കുത്തഴിഞ്ഞ പുസ്തകം പോലെ അല്ലെങ്കിൽ അവ്യവസ്ഥിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് അതൊരു കാലത്തും ഉണ്ടാവുകയില്ല, ഇന്നും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ ഇസ്ലാമിൻ്റെ പൂർണ്ണമായിട്ടുള്ള അധ്യാപനങ്ങളിൽ നിന്നൊക്കെ വളരെ അകന്നു പോയിട്ടുള്ള മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോലും ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ എന്തുകൊണ്ടാണ് കലാപങ്ങളും മറ്റുമൊന്നും ഈ കാര്യത്തിലൊന്നും സംഭവിക്കാത്തതെന്ന് ചോദിച്ചാൽ അവർ പണ്ഡിതന്മാരുമായിട്ട് കൂലി അയച്ചുകൊണ്ട് കാര്യങ്ങൾ കൈയാളുന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാൻ ഒരു യുക്തിവാദിക്ക് കഴിയില്ലെങ്കിൽ അയാളുടെ യുക്തി എന്ത് യുക്തിയാണ് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് എന്നുള്ള. അപ്പോൾ ഇവിടെയാണ് ജബ്ബാറിൻ്റെ ഇതുപോലുള്ള വിഡ്ഢിത്തങ്ങൾ, അയാൾ വിളിച്ചു പറയുന്ന വിഡ്ഢിത്തങ്ങളുടെ മാറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ത് ചെയ്യാനാണ് ഒരു മനുഷ്യന് അയാൾക്ക് അള്ളാഹ് കൊടുത്ത ബുദ്ധി അയാൾ നല്ലവർക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അയാളോട് സഹതപിക്കാൻ പോലും അയാൾ അർഹനല്ല എന്ന് മാത്രമേ അയാളെ പറ്റി നമ്മൾക്ക് പറയേണ്ടത് വരികയുള്ളൂ. അതാണ് ജബ്ബാർ എന്ന് പറയുന്ന സാധനം.